Hi dears, Thinking Things എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെക്ക് ലൈൻ ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളൊരു ബോർഡർ ലൈൻ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ചെറിയ ചെറിയ പൂക്കളും കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് ഗ്രീൻ ഉപയോഗിച്ച് ഫസ്റ്റ് തന്നെ ഒരു ബോർഡർ പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രീൻ വെച്ചിട്ട് ഒരു ലീഫ് പോലെ ബോർഡർ ഫുള്ള് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ ചെറിയ പൂക്കൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് പൂക്കൾ ചെയ്യുന്നത് ഒരു നേരത്തെ നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. മജന്ത കളറുള്ള നൂല് ഉപയോഗിക്കാം. 12 ചുറ്റിങ്ങനെ എടുക്കണം, അന്നേരം അത് കറക്റ്റ് ആവുന്നത്. പിന്നെ ഈ പൂവിൻ്റെ ഇതളുകൾ വലുതും ചെറുതും അനുസരിച്ച് നമ്മളിങ്ങനെ ഇടുന്ന ചുറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ മതി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അടുത്തൊരു ഇതൾ ചെയ്യാം. അങ്ങനെ 3 ഇതൾ ഈ ഒരു കളറും കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ലൈറ്റ് റോസ് കളർ വെച്ചിട്ട് അടുത്ത 2 ഇതളുകൾ നമുക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ചുറ്റിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി, കാരണം ചെറിയ ഇതളല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതുപോലെ ഇങ്ങനെ നൂല് വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നത്. അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ കിട്ടും. അതിൻ്റെ എണ്ണമാണ് നമ്മൾ ശരിക്കും ഈ പൂവിൽ ഇതിൻ്റെ ഭംഗി കേട്ടോ. ചെറിയതാണെങ്കിൽ 10, അല്ലെങ്കിൽ 12, 15, 17 അങ്ങനെയുള്ള ഓരോരോ നമ്പറിലാണ് ഈ ചുറ്റുകൾ ഇടുന്നത്. അപ്പോൾ വലുതും വലുത് ചെറുത് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഗ്രീൻ വെച്ചിട്ട് ലീഫ് പോലെ തന്നെ ഇതേപോലെ തന്നെ ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ 2 സൈഡിലും ഒരു ലീഫ് പോലെ തന്നെ ചെയ്യുവാണ്. പിന്നെ സെൻറ്ററിൽ ഒരെണ്ണം കുറച്ച് നീളത്തിൽ
ഇതേപോലെ തന്നെ ചെയ്തെടുക്കും. അപ്പോഴാണ് നമ്മുടെ പൂവ് അങ്ങനെ കംപ്ലീറ്റ് ആകുന്നത്. ഇനി നമ്മൾ ഓരോ ഫ്രഞ്ച് നോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലീഫ് ചെയ്തതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഈ മജന്ത കളർ തന്നെ വെച്ചിട്ട് നമുക്ക് ഓരോരോ ചെറിയ ഫ്രഞ്ച് നോട്ടും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടുതൽ കിട്ടും. ഇനി ഗ്രീൻ കളറുള്ള നൂലെടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ലൈറ്റ് റോസ് കളർ എടുത്തിട്ട് ഈ സ്ക്വയർ ചെയ്തതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്